പ്രിയപ്പെട്ട റഷീദുണ്ട്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരും കൂട്ടുകാരുമായിട്ടുള്ള നിങ്ങളൊക്കെയും നന്ദി പറയാനാണ് എന്നെ ക്ഷണിച്ചത്. പക്ഷെ നന്ദി പറയില്ല. കാരണം നിങ്ങളോട് നന്ദി പറയാൻ നിങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല. മറ്റു നാടുകളിൽ പോയി പ്രസംഗിക്കാനും നന്ദി പറയാനും സ്വാഗതം പറയാനും പ്രവർത്തന ഗോതയിൽ നേതാവായി നിൽക്കാനും ഒക്കെ നിങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളൊരുക്കുന്ന സ്വീകരണത്തിൽ നിങ്ങളോട് നന്ദി പറയാൻ ഈ 30 വർഷക്കാലമായിട്ട് നിങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മെ പെറ്റ ഉമ്മയോട് നന്ദി പറയാറില്ല, നമ്മെ പോറ്റിയ ഉപ്പയോട് നന്ദി പറയാറില്ല, അവരോട് നന്ദിയുള്ളവരാവാറില്ല. അതുപോലെ നിങ്ങളോട്, ഈ നാടിനോട് എന്നും നന്ദിയുള്ള ഒരു പ്രവർത്തകനായി കൂടെയുണ്ടാകുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 94 മുതൽ നിങ്ങളോടൊപ്പം ഒരു പ്രവർത്തകന് കൊടികെട്ടാൻ, പോസ്റ്റർ ഒട്ടിക്കാൻ, തോരണം തൂക്കാൻ, വോട്ട് ചേർക്കാൻ എല്ലാ കാര്യത്തിലും ഉണ്ടാകാറുണ്ട്. ഞാനിന്ന് എൻ്റെ മകനോട് പറഞ്ഞു, സുബഹിസ്കരിച്ചതിന് ശേഷം മകനെയും കൂട്ടി ഞാൻ ഈ ഡെക്കറേഷനൊക്കെ കാണാൻ വന്നു. ഇന്നലെ ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് സഹപ്രവർത്തകന്മാർ എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കരുത്, പോകണം. ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, 94 മുതൽ ഈ അങ്ങാടിയിലും ഈ ചിറോത്തുമുക്കിലും മുസ്ലിം ലീഗിന്റെ കൊടികെട്ടാനും തോരണം തൂക്കാനുമുള്ള പ്രവർത്തകനാണ്. പക്ഷെ ഈ സ്വീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു ഇല അനക്കാൻ എന്നെ ഇവിടുത്തെ പ്രവർത്തകന്മാർ സമ്മതിച്ചിട്ടില്ല. ഇതൊന്ന് കാണാനുള്ള ആഗ്രഹത്താൽ ഞാൻ രാവിലെ ബൈക്കുമെടുത്ത് ഇവിടെ വരെ വന്നു. നമ്മുടെ തയ്യുള്ളതിൽ അബൂബക്കറും തുണ്ടിയിൽ അസീസും നടക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് ഇത്രയും മനോഹരമായ സ്വീകരണം എൻ്റെ പ്രിയപ്പെട്ട നാസർ ഇറങ്ങിയിട്ട് ചിലപ്പോ ഇലക്ഷന്റെ ശേഷം 2ാം വാർഡിലാണ് നന്ദി പറഞ്ഞ് തീർന്നിട്ടില്ല. ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ജനറൽ കൺവീനർ എന്ന നിലയിൽ റിലീഫ് കമ്മിറ്റിയുടെ ഭാരവാഹികളോടൊപ്പം ഒരു ഭാരവാഹി സ്ഥാനവുമില്ലാതെ, സംഘാടക സമിതിയുടെ ഭാരവാഹിയല്ല, റിലീഫ് കമ്മിറ്റിയുടെ ഭാരവാഹിയല്ല, എത്രയോ ആളുകൾ കണ്ണിലെണ്ണയിട്ട് ഈ പരിപാടിയുടെ വിജയത്തിനായി പരിശ്രമിച്ചവരുണ്ട്. അവരോടൊക്കെ ഞാൻ ഏത് ഭാഷയിലാണ് നന്ദി പറയേണ്ടത്? എപ്പോഴാണ് നന്ദി പറഞ്ഞ് തീർക്കാനാവുക? സംഘടനാ പ്രവർത്തന രംഗത്ത് ഒരിക്കലും ഞാൻ തളർന്നിട്ടില്ല, ഒരടി ഞാൻ പിന്നോട്ട് വെച്ചിട്ടില്ല, എവിടെയും ഞാൻ പതറിയിട്ടില്ല. അതിനൊക്കെ കാരണം പ്രിയപ്പെട്ടവര് നിങ്ങളാണ്. നിങ്ങൾ തന്ന പിന്തുണയാണ്. നിങ്ങൾ എന്റെ കൈപിടിച്ചത് കൊണ്ടാണ്. വലിയ വിദ്യാഭ്യാസം എനിക്കില്ലെന്ന് നിങ്ങൾക്കറിയാലോ. എന്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് സർക്കാർ ശമ്പളം വാങ്ങിയത് ഞാനാണ്. എങ്ങനെയാണ് അതിന് സാധിച്ചത്? നിങ്ങളൊക്കെ കൂടെ നിന്നപ്പോൾ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായപ്പോൾ, ബഹുമാന്യനായ ബംഗളത്തും മൺമറഞ്ഞ മഹാനായ പ്രിയപ്പെട്ട എന്റെ രക്ഷിതാവെന്ന് വിളിക്കാൻ മാത്രം എന്നെ ലാളിക്കുകയും എന്നെ വളർത്തുകയും ഉയർത്തുകയും ചെയ്ത പ്രിയപ്പെട്ട വരപ്പുറത്ത് കുഞ്ഞബ്ദുള്ള ഹാജിയും MIM മദ്രസ കമ്മിറ്റിയുടെ ഭാരവാഹികളും എനിക്ക് ജോലി നൽകി. ജോലി നൽകുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. മരിച്ചുപോയ PA റഹ്മാനിക്ക വരപ്പുറത്തെ കുഞ്ഞുള്ളാജിയോട് പറഞ്ഞു, നിങ്ങൾ